പോഷൻ ട്രാക്കറിൽ വന്ന പുതിയ അപ്ഡേഷന് ശേഷം ഒരു മുലയൂട്ടുന്ന അമ്മയെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള രൂപമാണ് നമ്മൾ ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബെനിഫിഷ്യറി ലിസ്റ്റിൽ നിന്നും ഈ കാണുന്ന പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ കാണുന്ന ഒരു പോപ്പപ്പ് ബട്ടൺ വരും. അവിടെ നിന്ന് നമ്മൾ ലാക്ടേറ്റിംഗ് മദർ എന്നുള്ളത് ചൂസ് ചെയ്യണം. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബെനിഫിഷ്യറീസിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് ലാക്ടേറ്റിംഗ് മദറാണ് വേണ്ടത്. അവിടെ ലാക്ടേറ്റിംഗ് മദർ എന്ന് കാണുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഒരു പേജ് നമുക്ക് കുറേ അധികം നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള പേജ് നമുക്ക് മുന്നിൽ വരും. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഈ പേജിൽ മുഴുവൻ വിവരിക്കുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതിൽ ന്യൂ രജിസ്ട്രേഷൻ പ്രോസസ്സാണ്. അതായത് പഴയ രീതിയൊക്കെ മാറി പുതിയ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ KYCയും FRSും പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്രഗ്നൻറ്റോ ലാക്ടേറ്റീവ് മദറോ അല്ലെങ്കിൽ ഏജ് കുട്ടികളെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തണം. അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാവണം KYCയും ഫോട്ടോ എടുക്കലും പൂർത്തിയാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികളുടെ കേസിൽ പഴയ ഒരു ഇളവ് ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അതായത് കുട്ടിയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് KYCയും FRSും പൂർത്തിയാക്കുക എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം. ഒപ്പം തന്നെ KYCയുടെ ആവശ്യകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു KYC ചെയ്യുമ്പോൾ തന്നെ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ് അപ്ഡേറ്റ് ആയിരിക്കണം. ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കൃത്യമായി ആക്റ്റീവ് ആയിരിക്കണം. അതിലൊരു SMS പ്ലാൻ കൂടി ആക്റ്റീവ് ആയിട്ടുള്ള ഓഫർ ആയിരിക്കണം നമ്മളുടെ ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത്. ഇതെല്ലാം കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം പുതിയൊരു രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടത്. അതിനുശേഷം ഫേസ് ക്യാപ്ചറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഫിസിക്കൽ പ്രസൻസ് വേണമെന്നാണ്. അതായത് നമ്മൾ ക്യാമറ ഓൺ ചെയ്യുന്ന സമയം ശരിക്കും യഥാർത്ഥത്തിൽ ഗുണഭോക്താവ് തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷമാവണം എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് പലയിടങ്ങളിലും ഈ വീഡിയോ കോൾ ചെയ്തിട്ടൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന രൂപമുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമുക്കത് കിട്ടില്ല എന്നുള്ളത് കൂടെ ഇതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണ്ടർസ്റ്റുഡ് എന്ന് കാണുന്ന നീല നിറത്തിലുള്ള ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അതിനു മുന്നേ ഈ പറയുന്ന എല്ലാ മാറ്റങ്ങളും നിങ്ങൾ മനസ്സിലാക്കി ഗുണഭോക്താവിനോട് കൃത്യമായിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തതാണോ, മൊബൈൽ നമ്പർ അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ടോ, ആ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണോ, അല്ലെങ്കിൽ അതിൽ SMS പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഉറപ്പാക്കണം. SMS പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾക്ക് OTP സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഒരു തവണ മാത്രം ചെയ്താൽ മതിയാവും. എല്ലാ മാസങ്ങളിലും ഇത് OTP ഉള്ള ഓഫർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആദ്യത്തെ ഒരു തവണ മാത്രം ഇത് ചെയ്താൽ മതിയാവും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗുണഭോക്താക്കളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അത് പ്രകാരമുള്ള ആധാർ കാർഡ് കയ്യിൽ കരുതുക. അതിനുശേഷം ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ സിംഗിൾ ബർത്ത്, ട്വിൻസ്, ട്രിപ്ലറ്റ് എന്നൊക്കെ കാണും. അപ്പോൾ ലാക്ടേറ്റിംഗ് മദർ എന്ന് പറയുമ്പോൾ പ്രസവത്തിന് ശേഷമായിരിക്കുമല്ലോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രസവത്തിൽ എത്ര കുഞ്ഞുങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആദ്യത്തെ ആണെങ്കിൽ മുകളിൽ 2 കുട്ടികളാണെങ്കിൽ ട്വിൻസ് കൊടുക്കുക, 3 കുട്ടികളാണെങ്കിൽ ട്രിപ്ലറ്റ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഓപ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് കാണുന്ന ബട്ടണാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. പഴയ രീതി പ്രകാരമല്ല, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ എത്ര കുഞ്ഞുങ്ങളാണോ ആ പ്രസവത്തിൽ ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തുമ്പോഴാണ് അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഓരോ കുഞ്ഞിനും ഓരോ സെപ്പറേറ്റ് പ്രൊഫൈൽ കാർഡ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ. ഓർക്കുക, ഒരു തവണ LMനെ ആഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ കുട്ടിയെ കൂടി ഈ പ്രൊഫൈൽ പ്രൊസീജിയറിൽ തന്നെ നിങ്ങളത് ആഡ് ചെയ്ത് വരണം എന്നുള്ളതാണ്. ഒരു തവണ ലാക്ടേറ്റീവ് മദർ മാത്രം ആഡ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പിന്നീട് നമ്മൾ ലാക്ടേറ്റീവ് മദറിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു എറർ മെസ്സേജ് അവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ നമ്മൾക്ക് കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ പൂർണ്ണമാക്കാൻ കഴിയില്ല എന്നുള്ളത് കൂടെ ടീച്ചർമാർ മനസ്സിലാക്കുക. അതിനുശേഷം ഈ കാണുന്ന പ്രൊസീഡ് ബട്ടൺ എല്ലാം ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പേജിൽ ആധാർ ആൻഡ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ കൃത്യമായി ലാക്ടേറ്റീവ് മദറിൻ്റെ ആധാർ നമ്പർ തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. 12 അക്ക ഡിജിറ്റ് തെറ്റ് കൂടാതെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ആ ലാക്ടേറ്റീവ് മദറിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആരുടെ വേണമെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ വെക്കാം. ഈ മൊബൈൽ നമ്പർ KYCയുമായി ബന്ധമില്ലാത്തൊരു നമ്പറാണ്. അതുകൊണ്ട് തന്നെ ആരുടെ വേണമെങ്കിലും ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ
എൻ്റർ ചെയ്യാൻ സാധിക്കും. കൃത്യമായി ഒരു OTP വരുന്നതിനും ആക്റ്റീവായിട്ടുള്ള SMS പ്ലാനുള്ള ഒരു മൊബൈൽ നമ്പറാണ് കൂടുതൽ ഉചിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു OTP ഇപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് പോകും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യണം? ഗുണഭോക്താക്കളിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങൾ ഈ ഭാഗത്ത് എൻ്റർ ചെയ്യണം. 4 അക്ക OTP ആണ് ആ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് പോവുക. അത് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന വെരിഫൈ എന്ന് കാണുന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്ത് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ളൂ. ഇത്ര വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് കാണും. പച്ച ടിക്കോടുകൂടി ബെനിഫിഷ്യറീസ് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ എന്ന നമുക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുത്ത ആധാർ നമ്പർ പ്രകാരം തന്നെ നിങ്ങൾ KYC പൂർത്തിയാക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ KYC ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രാഥമിക രജിസ്ട്രേഷൻ മാത്രമാണ് അവിടെ ചെയ്തത്. KYCയിലോട്ട് പോകുന്നതിന് ഈ താഴെ കാണുന്ന പ്രൊസീഡ് ടു KYC എന്ന് കാണുന്ന ഈ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ആ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗുണഭോക്താവിൻ്റെ ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTPയും അതിന് ആ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ SMS ആക്റ്റീവ് പ്ലാൻ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഉറപ്പാക്കേണ്ടത്. ഇത്തരത്തിൽ ഒരു OTP അവരുടെ ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് പോകുന്ന സമയം അത് നിങ്ങൾ സ്വീകരിക്കണം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ആധാറിൻ്റെ സൈറ്റിലോട്ട് എത്തും. ഈ ഭാഗത്ത് നിന്ന് വീണ്ടും ലാക്ടേറ്റിംഗ് മദറിൻ്റെ ആധാർ നമ്പർ ഒരിക്കൽ കൂടെ നിങ്ങളിവിടെ എൻ്റർ ആധാർ നമ്പർ കാണുന്ന ഭാഗത്ത് ആ 12 അക്ക ഡിജിറ്റ് നിങ്ങളവിടെ രേഖപ്പെടുത്തുക. തെറ്റുകൂടാതെ ആധാർ നമ്പറുകളെല്ലാം തന്നെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ക്യാപ്ച കോഡ് അതേപടി പകർത്തി ഈ കാണുന്ന കോളത്തിലേക്ക് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കാണുന്ന ഈ പച്ച ബട്ടൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് അടുത്ത പേജിലോട്ട് പോകേണ്ടത്. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആധാറിൽ ലിങ്ക് ചെയ്ത ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP പോകും. അത് ഏത് മൊബൈൽ നമ്പറാണ് എന്നുള്ള അവസാന 4 അക്ക നമ്പർ നിങ്ങൾക്ക് ഈ ഭാഗത്ത് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ പോകുന്ന സമയം ഗുണഭോക്താവിൽ നിന്നും ആ OTP സ്വീകരിച്ച് ഈ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടുപോയി എൻ്റർ ചെയ്ത് കൊടുക്കുക. കൃത്യമായി 10 മിനിറ്റ് സമയം നമുക്ക് അനുവദിച്ച് തരുന്നുണ്ട്. ആ 10 മിനിറ്റ് സമയത്തിനകം തന്നെ ഗുണഭോക്താവിൽ നിന്ന് സ്വീകരിച്ച് കണ്ടിന്യൂ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കൺസെൻറ്റ് ചോദിക്കുന്നുണ്ട്. ഈ കാണുന്ന അലോ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ KYC സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന മെസ്സേജ് കാണുകയുള്ളൂ. അതിനുശേഷം പ്രൊസീഡ് ടു ഫേസ് ക്യാപ്ചർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഭാഗത്താണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പ്രൊസീഡ് കൺസെന്റ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇത്തരത്തിലെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ഈ പേജിലോട്ട് വരിക. ഇവിടെ അവരുടെ ആധാറിൽ അധിഷ്ഠിതമായിട്ടുള്ള ഫോട്ടോ തെളിഞ്ഞു വരും. ആ ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ആണ് നമുക്ക് ഇനി എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തൊട്ട് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഒന്നില്ലെങ്കിൽ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ടായിരിക്കും വരിക. ഗുണഭോക്താവിനെ ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി വെളിച്ചം തട്ടുന്ന രീതിയിൽ നിഴൽ വീഴാത്ത ഭാഗത്ത് നിർത്തി ഐ ബ്ലിങ്ക് ചെയ്യാൻ പറയുക. സ്ട്രൈറ്റ് ഫേസ് ആക്കുക. ശേഷം നമുക്ക് ഇത്തരത്തിൽ ഫേസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണും. ഇത്തരത്തിലാണ് ഒരു ലാക്ടേറ്റിംഗ് മദർ നമ്മൾ ആഡ് ചെയ്യുക. ഒപ്പം തന്നെ അത് കഴിഞ്ഞ ഉടനെ പുറകിൽ പോകാൻ പാടുള്ളതല്ല. അടുത്ത നിമിഷം വരുന്ന ഒരു പ്രൊഫൈൽ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേജ് വരും. അവിടെ ഗുണഭോക്താവിൻ്റെ മുഴുവൻ വിവരങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുക്കുന്ന സമയം തൊട്ട് അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വീണ്ടും കുട്ടികളെ ആഡ് ചെയ്യാനുള്ള പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ നിങ്ങൾ എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തണം. അഥവാ നിങ്ങൾ ലാക്ടേറ്റിംഗ് മദറിനെ മാത്രം ഇത്തരത്തിൽ ആഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്ത് പുറകിൽ പോയി കഴിഞ്ഞ് പിന്നീട് നിങ്ങൾ കുട്ടിയെ ആഡ് ചെയ്യുന്ന സമയം നമ്മൾക്ക് ഒരു എറർ മെസ്സേജ് കാണും. അത്തരത്തിൽ ഒരിക്കലും എറർ മെസ്സേജ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെഷൻ മുഴുവനായിട്ടും കാണണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പ്രൊഫൈൽ കാർഡ് എല്ലാം ലാക്ടേറ്റിംഗ് മദറിൻ്റെ വിവരങ്ങളൊക്കെ രേഖപ്പെടുത്തി സബ്മിറ്റ് കൊടുത്ത ഉടനെ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. 2 കുട്ടികളാണെങ്കിൽ 2 പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും. 3 എണ്ണമാണെങ്കിൽ 3 പ്രൊഫൈൽ കാർഡ് ഇത് പ്രകാരം ഓണായി വരും. അവിടെ കുട്ടിയുടെ വിവരങ്ങൾ, അതേപോലെ തന്നെ കുട്ടിയുടെ തൂക്കം, അതേപോലെ തന്നെ ഹൈറ്റ് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ട് വേണം നമ്മൾ സബ്മിറ്റ് കൊടുക്കാൻ. അത്തരത്തിൽ സബ്മിറ്റ് ചെയ്യാതെ ലാക്ടേറ്റിംഗ് മദറിനെ മാത്രം ഇത് ആഡ് ചെയ്ത് പ്രൊഫൈൽ സബ്മിറ്റ് കൊടുത്ത് അവസാനിപ്പിച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞ്
പിന്നീട് കുട്ടികളെ ആഡ് ചെയ്യുന്ന സമയം ഇത്തരത്തിലുള്ള ഒരു എറർ മെസ്സേജ് കാണും. ഇവിടെ നോക്കുക, പിന്നീട് 0 മുതൽ 6 മാസം ഉള്ള ആ അമ്മയുടെ കുഞ്ഞിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ കാണിക്കുന്ന നോക്കൂ, മദർ പ്രൊഫൈൽ ഡസ് നോട്ട് എക്സിറ്റ് എന്ന് കാണിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള എറർ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളെ ആഡ് ചെയ്യുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയം നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അമ്മയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ പിന്നീട് പ്രത്യക്ഷമായി വരുന്ന ന്യൂ രജിസ്ട്രേഷൻ ഫോമിൽ കുട്ടികളുടെ വിവരങ്ങളാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത സമയങ്ങളിൽ ഇത് കുറച്ച് കറങ്ങിക്കൊണ്ടിരുന്നാലും ആ ഫോം നിങ്ങൾക്ക് പ്രത്യക്ഷമായി വരും. അതിൽ മുഴുവൻ 2 കുട്ടികളാണെങ്കിൽ 2 ഫോം ഫില്ല് ചെയ്ത് ഒപ്പം തന്നെ, അതായത് അമ്മയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് 2 കുട്ടികളുടെയും അല്ലെങ്കിൽ 3 കുട്ടികളുടെയും ആണെങ്കിൽ അത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് അവസാനം സബ്മിറ്റ് ആവുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇത്തരത്തിലാണ് ഒരു ലാക്ടേറ്റീവ് മദറിനെയും കുട്ടികളെയും നമ്മളെ പോർഷൻ ട്രാക്കറിൽ പുതിയ അപ്ഡേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത്. താങ്ക്